ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി യു. CSEB ജൂനിയർ ക്ലർക്ക് ഓർ കാഷ്യർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അക്കൗണ്ടൻസിയിൽ നിന്നുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന ടോപ്പിക്കിലെ കുറച്ച് PYQസുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ അറിയാലോ അല്ലേ. നമുക്ക് റിപ്പീറ്റഡ് ആയി ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഈസി ഭാഗം കൂടിയാണത് അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് PYQs അതിലൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? മേക്കിംഗ് പേയ്മെന്റ് ഓഫ് ദ ബിൽ ബൈ ദ ആക്സെപ്റ്റർ ടു ദ ഹോൾഡർ ബിഫോർ മെച്യൂരിറ്റി ഈസ് കോൾഡ്. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ആക്സെപ്റ്റർ അല്ലേ. ആക്സെപ്റ്റർ ബിഫോർ മെച്യൂരിറ്റിക്ക് മുൻപ് തന്നെ ഹോൾഡർക്ക് പേയ്മെന്റ് നടത്തുന്നതിനെ പറയുന്ന പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഓപ്ഷൻസ് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഓപ്ഷനിൽ എന്താ പറയുന്നത്? റിന്യൂവൽ ആണ് പറയുന്നത് അല്ലേ. റിന്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അതിന് മുൻപ് ഞാൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒന്ന് ഷോർട്ടായിട്ടൊന്ന് പറയാം കേട്ടോ, വേഗം. ഇപ്പോൾ A എന്ന് പറയുന്ന ഒരു വ്യക്തി, B എന്ന് പറയുന്ന ഒരു വ്യക്തി. ഈ B എന്ത് ചെയ്തിട്ടുണ്ട്? Aയിൽ നിന്നും കുറച്ച് ഗുഡ്സ് കടം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. 10,000 രൂപയുടെ ഗുഡ്സ് Aയിൽ നിന്നും B എന്ത് ചെയ്തിട്ടുണ്ട്? കടം വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ A ആരാണ്? ക്രെഡിറ്റർ ആണല്ലേ. കടം കൊടുത്ത A ക്രെഡിറ്ററും B ആരാണ്? ഡെപ്റ്ററുമാണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ A എന്ത് ചെയ്യും? എനിക്ക് ഇന്ന ദിവസം എൻ്റെ പണം തിരിച്ചു തരണം എന്ന് പറഞ്ഞ് ഒരു ബില്ല് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ ഒരു ബില്ല് പ്രിപ്പയർ ചെയ്യും. അത് ആര്? B എന്ത് ചെയ്യണം? ആക്സെപ്റ്റ് ചെയ്യണം കേട്ടോ. B ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ആ ബില്ലിനെ ഡ്രാഫ്റ്റ് എന്നാണ് പറയുക. B അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് എന്താവുക? അത് ബില്ലായി മാറുക കേട്ടോ. ബില്ലായി മാറും. അപ്പോൾ പിന്നീട് ബില്ലായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ എന്താണ്? ക്രെഡിറ്റർ ഡെപ്റ്റർ റിലേഷൻഷിപ്പ് ഇല്ല. ആ റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച് എന്ത് വരും? ബിൽ റിസീവബിളും ബിൽ പേയബിളും കടന്നു വരും കേട്ടോ. അതായത് ബിൽ റിസീവബിൾ, ക്രെഡിറ്റർക്ക് പണം കിട്ടാനുണ്ട്. ബിൽ പേയബിൾ, ഡെപ്റ്റർക്ക് എന്താണ്? പണം കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിലോട്ട് എത്തും. ഓക്കെ, ബില്ല് പ്രിപ്പയർ ചെയ്ത ക്രെഡിറ്ററിനെ ഡ്രോയർ എന്നും ബില്ല് ആക്സെപ്റ്റ് ചെയ്യുന്ന ഡെപ്റ്ററിനെ ഡ്രോയി എന്നുമാണ് പറയുക. അപ്പോൾ ഇതാണ് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഇനി റിന്യൂവൽ എന്താണെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ. റിന്യൂവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരൊരു മെച്യൂരിറ്റി ഡേറ്റ് ഇന്ന ദിവസം എന്ന് പറഞ്ഞ് ഒരു ഡേറ്റ് അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഡേറ്റിൻ്റെ സമയമാവുമ്പോഴും ഡ്രോയിയുടെ കയ്യിൽ പണം ഇല്ലയെന്ന് കരുതട്ടെ. അപ്പോൾ ഡ്രോയറോട് ആവശ്യപ്പെടുകയാണ്, എൻ്റെ കയ്യിൽ പണം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് ബില്ലിനെ ഒന്ന് നമുക്ക് എന്താണ് റിന്യൂ ചെയ്തെടുക്കാമെന്ന് ഡ്രോയുടെ ആവശ്യപ്രകാരം, റിക്വസ്റ്റ് പ്രകാരം ഡ്രോയർ അതൊന്ന് റിന്യൂ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റിന്യൂവൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് റിട്ടയറിംഗ് ആണല്ലേ. റിട്ടയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു മെച്യൂരിറ്റി ഡേറ്റ് ഫിക്സ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ആ ഡേറ്റിന് മുൻപ്, അതായത് മെച്യൂരിറ്റി ഡേറ്റിന് മുൻപ് തന്നെ പണം പേയ്മെൻറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് റിട്ടയറിംഗ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മേക്കിംഗ് പേയ്മെൻറ്റ് ഓഫ് ദ ബിൽ ബൈ ദി ആക്സെപ്റ്റർ ടു ദി ഹോൾഡർ ബിഫോർ മെച്യൂരിറ്റി. അത് തന്നെയാണല്ലേ ആൻസർ. എന്താണ് അപ്പോൾ? റിട്ടയറിംഗ് ആണ് കേട്ടോ. അപ്പോൾ ക്ലിയർ ആയി എന്ന് കരുതുന്നു. ആ ഒരു മെച്യൂരിറ്റി ഡേറ്റിന് മുൻപ് തന്നെ പണം പേയ്മെൻറ്റ് നടത്തുന്നതിനെയാണ് റിട്ടയറിംഗ് എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ സിയിൽ എന്താ പറയുന്നത്? ഡിസ്കൗണ്ടിങ് അല്ലേ. ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ A എന്ന് പറഞ്ഞ ആ ക്രെഡിറ്റർ ബിൽ റിസീവബിളും വെച്ചിരിക്കുകയാണ്. പക്ഷെ ആൾക്ക് പെട്ടെന്ന് പണത്തിൻ്റെ ആവശ്യം വന്നു, ഒരു 10,000 അല്ലെങ്കിൽ കുറച്ച് പണത്തിൻ്റെ ആവശ്യം വന്നു. പക്ഷെ കയ്യിൽ എന്താ ഉള്ളത്? ബില്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബില്ല് മാത്രം വെച്ചിരുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ Aക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബാങ്കിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റും അല്ലേ. Aയുടെ ബാങ്കിൽ കൊണ്ടുപോയി ഈ ബില്ല് കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും. ഒരു 10,000 രൂപയുടെ ബില്ലാണെങ്കിൽ ഒരു 8,000 രൂപയ്ക്കൊക്കെ ഡിസ്കൗണ്ട് ചെയ്യാം. ഒരു ചെറിയൊരു ചാർജ് ബാങ്ക് ഈടാക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് ബില്ല് പിടിച്ചിരിക്കുന്നതിനേക്കാൾ പണത്തിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ Aയുടെ ബാങ്കിൽ കൊണ്ടുപോയി ആ ബില്ല് കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെയാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് ഓപ്ഷൻ എന്തായിരുന്നു? എൻഡോസിങ് അല്ലേ. എൻഡോസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും എന്ത് തന്നെയാണ്? ഈ A എന്ത് ചെയ്തിട്ടുണ്ട്? Bക്ക് പണം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ സിയുടെ കയ്യിൽ നിന്നും ഒരു 10,000 രൂപ കടം വാങ്ങിയിട്ടുണ്ടെന്ന് കരുതുക. സിയുടെ കയ്യിൽ നിന്നും A ആണ് കേട്ടോ കടം വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ A ഡെപ്റ്ററും C ആരാണ്?
ക്രെഡിറ്ററുമാണ് കേട്ടോ, ക്രെഡിറ്ററുമാണ്. അപ്പോൾ എക്ക് എന്ത് ചെയ്യണം? സിയുടെ പണം തിരിച്ചു കൊടുക്കണം. പണം കയ്യിലില്ല, പകരം എന്ത് കയ്യിലുണ്ട്? ബില്ല് കയ്യിലുണ്ടല്ലേ. ബില്ല് കയ്യിലുണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എക്ക് ഈ ഒരു ബില്ല് സിക്ക് എൻഡോസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എൻഡോസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ആ ബില്ല്, എയുടെ കയ്യിലുള്ള ബില്ല് സിക്ക് എൻഡോസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടി എയുടെ കടം വീടിയില്ലേ, 10,000 രൂപയുടെ കടം വീടി. ഇനി മെച്യൂരിറ്റി ഡേറ്റ് ആവുമ്പോൾ ബി സിക്ക് പണം കൊടുത്തോളും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത്? എൻഡോസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 4 ഓപ്ഷനും പരിചയപ്പെട്ടു. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്തായിരുന്നു? മെച്യൂരിറ്റി പീരീഡിന് മുൻപ് എന്താണ്? പണം പേയ്മെന്റ് നടത്താല്ലേ, അതിനെന്താ പറയുക? ഓപ്ഷൻ ബി റിട്ടയറിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. അപ്പോൾ ഓരോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് ടോപ്പിക്ക്. ഓരോ ടേംസും കൃത്യമായി പഠിച്ചു പോകണം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഇഫ് എ ബിൽ ഈസ് നോട്ട് പെയ്ഡ് ഓൺ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഇറ്റ് ഈസ് സെഡ് ടു ഹാവ് ബീൻ. അതായത് ബിൽ എന്ന് പറയുന്നത് പേ ചെയ്തിട്ടില്ല കേട്ടോ. ഡേറ്റ് ഓഫ് മെച്യൂരിറ്റിയിൽ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. അതിനെ പറയുന്ന പേര് എന്താണ് എന്ന ചോദ്യം അല്ലേ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിലൊന്നും ആ ഒരു പേരില്ലായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ബില്ല് തയ്യാറാക്കുമ്പോൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഡേറ്റിന് മുൻപ് കൊടുക്കുന്നതിനെ റിട്ടയറിംഗ് എന്ന് നമ്മൾ പഠിച്ചു. ഡേറ്റ് ആയിട്ടും പണം കൊടുത്തിട്ടില്ല എങ്കിൽ എന്താവും? ചെക്ക് എന്ന്, അല്ലെങ്കിൽ ചെക്കോ ബില്ലോ എന്തോ ആയിക്കോട്ടെ, ഡിസോണേർഡ് ആയി എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഡിസോണേർഡ് ആയി എന്നാണ് പറയുക. നമ്മൾ ഡിസ്കൗണ്ടഡ് എന്താണെന്ന് നേരത്തെ പഠിച്ചു. അപ്പോൾ അതല്ലായിരുന്നു ആൻസർ എന്ന് നമുക്കറിയാം. റിട്ടയേർഡ് നമ്മൾ പഠിച്ചതാണ്, റിന്യൂഡും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എന്താണ്? ഒരു ബില്ല് ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ആയിട്ടും പേയ്മെൻറ്റ് നടത്തിയിട്ടില്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡിസോണേർഡ് ആയി എന്ന് കേട്ടോ. ക്ലിയർ ആയി എന്ന് കരുതുന്നു. കുറച്ചധികം ടേംസ് തന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ പഠിക്കാനുണ്ട്. കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചു പോകണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെൻ ഡിസ്കൗണ്ടഡ് ബിൽസ് ആർ ഡിസോണേർഡ് ദ ആക്സെപ്റ്റർ ഓഫ് ദ ബിൽ ക്രെഡിറ്റ് ദ അക്കൗണ്ട്. ചോദ്യം എന്താണ്? ഡിസ്കൗണ്ടഡ് ബില്ലുകൾ ഡിസോണർ ആയി എന്നല്ലേ. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു അല്ലേ. ബാങ്കിൽ കൊണ്ടുപോയി എന്ത് ചെയ്തു? എയുടെ കയ്യിലുള്ള ബില്ല് ബാങ്കിൽ കൊണ്ടുപോയി അല്ലേ. ബില്ല് ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്തു. അതല്ലേ ഉണ്ടായത്? അതാണ് ഡിസ്കൗണ്ടഡ് എന്ന് പറയുന്നത്. ഡിസോണേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ആയിട്ടും പേയ്മെൻറ്റ് എന്തായില്ല? നടന്നില്ല അല്ലേ. പേയ്മെൻറ്റ് നടന്നില്ല. അപ്പോൾ ഡിസോണർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യം നമുക്ക് ക്ലിയർ ആയി. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആക്സെപ്റ്റർ ഓഫ് ദ ബിൽ എന്താണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ആക്സെപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ബില്ല് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളെ എന്ത് പറയും? ബില്ല് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് ഡ്രോയി. ഓക്കെ, അപ്പോൾ ബില്ല് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളെ ഡ്രോയി എന്ന് പറയും. ഡ്രോയി ഏത് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യും എന്നാണ് ചോദ്യം. ഓക്കെ, ഡ്രോയി ഏത് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യുമെന്നാണ് ചോദ്യം. അപ്പം നമുക്ക് ആരുടെ എൻട്രിയാണ് അറിഞ്ഞിരിക്കേണ്ടത്? ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഡ്രോയർക്കും ഡ്രോയിക്കും എല്ലാം സെപ്പറേറ്റ് എൻട്രികളുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡ്രോയിയുടെ എൻട്രിയാണ് ചോദിച്ചിരിക്കുന്നത്. ബില്ല് ഡിസോണർ ആയി കഴിഞ്ഞാൽ ഡ്രോയി എന്തിനെ ക്രെഡിറ്റ് ചെയ്യും? ബില്ല് ഡിസോണർ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം. ആദ്യം ഇവർ ഡെപ്റ്ററും ക്രെഡിറ്ററും റിലേഷൻഷിപ്പ് ആയിരുന്നു. ബില്ല് തയ്യാറാക്കിയതോടെ എന്തായി റിലേഷൻഷിപ്പ്? ബിൽ പേയബിളും ബിൽ റിസീവബിളും എന്ന റിലേഷൻഷിപ്പിലോട്ട് വന്നു. ഇത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ ബില്ല് എന്തായി എന്ന് പറഞ്ഞു? ഡിസോണർ ആയി എന്ന് പറഞ്ഞു. ഇനി ബില്ല് അവിടെ ഇല്ല, ബില്ല് ഡിസോണർ ആയി. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ജേണൽ എൻട്രിയിലോട്ട് എത്താൻ പറ്റും? ഇനി ഡ്രോയിക്ക് ബിൽ പേയബിൾ എന്ന ലയബിലിറ്റി ഇല്ല അല്ലേ. ഡ്രോയിയെ സംബന്ധിച്ചിടത്തോളം ബിൽ പേയബിൾ ആണ്, പണം കൊടുക്കണം. അതുകൊണ്ട് ഇനി ബിൽ പേയബിൾ എന്ന ലയബിലിറ്റി വരുന്നില്ല. ലയബിലിറ്റി ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ബിൽ പേയബിളിനെ ഡെബിറ്റ് ചെയ്യും. ഇനി പകരം എന്ത് ലയബിലിറ്റി വന്നു? ക്രെഡിറ്റർ എന്ന ലയബിലിറ്റി തിരിച്ചു വന്നു അല്ലേ. ബിൽ പേയബിൾ എന്ന ലയബിലിറ്റി അവസാനിപ്പിച്ചു, ഡിസോണറായി അവസാനിപ്പിച്ചു. പകരം ക്രെഡിറ്റർ എന്ന ലയബിലിറ്റി തിരിച്ചു വന്നു. പണം ക്രെഡിറ്റർക്ക് കൊടുക്കണം. ബില്ലാണ് ഇല്ലാതായത്, ക്രെഡിറ്ററുടെ കയ്യിൽ നിന്നും ഗുഡ്സ് വാങ്ങിയത് ഇല്ലാതാവുന്നില്ല. അതുകൊണ്ട് ക്രെഡിറ്റർ എന്ന ലയബിലിറ്റി തന്നെ തിരിച്ചു വന്നു. ലയബിലിറ്റിയിലെ ക്രെഡിറ്റർ എന്ന ലയബിലിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ക്രെഡിറ്ററിനെയാണ് എന്ത് ചെയ്യേണ്ടത്? ക്രെഡിറ്ററിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഓപ്ഷനിൽ എവിടെയാണ് ക്രെഡിറ്റർ വരുന്നത്?
ഡ്രോയർ ആണല്ലേ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ചോദ്യം എടുത്തും എങ്ങനെ ആൻസറിലോട്ട് എത്തണമെന്ന് കൃത്യമായി പഠിക്കുക. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു കഥ പോലെ പഠിക്കേണ്ട കാര്യമാണ്. ആ ഒരു ഓർഡറിലൂടെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എവിടെ നിന്ന് ഏത് ജേണൽ എൻട്രി ചോദിച്ചാലും ഏത് ഡെബിറ്റ് ആണ് ഏത് ക്രെഡിറ്റ് ആണ് എന്നൊക്കെ ചോദിച്ചാലും നമുക്ക് ക്ലിയർ ആയി ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വെൻ ദ ബിൽസ് റിസീവബിൾസ് ഈസ് ഹാൻഡഡ് ഓവർ ടു ബാങ്ക് ഫോർ ദി പർപ്പസ് ഓഫ് കളക്ഷൻ ഡാഷ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്. എന്താ ചോദിച്ചിരിക്കുന്നത്? ബിൽ റിസീവബിൾ എന്ന് പറയുന്നത് ബാങ്കിലോട്ട് കളക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുമെന്നാണ് ചോദ്യം. ഓക്കെ, എയുടെ കയ്യിൽ എന്തിരിപ്പുണ്ട്? ബിൽ റിസീവബിൾ ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എക്ക് എന്താണ് അത് നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കിയായിരുന്നു. ഡിസ്കൗണ്ട് ചെയ്യാമെന്ന് നോക്കി, എൻഡോസ് ചെയ്യാമെന്ന് നോക്കി. അതേപോലത്തെ ഒരു കാര്യം കൂടിയും ഒരു സിറ്റുവേഷൻ കൂടിയാണ് ബാങ്കിലോട്ട് ഈ ഒരു ബില്ല് കളക്ഷന് വേണ്ടി ഏൽപ്പിക്കുക എന്നത്. അതായത് ബിൽ റിസീവബിളും പിടിച്ച് എക്ക് ഇരിക്കാൻ വയ്യ, ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി വരെ ഇരിക്കാൻ വയ്യ. അതുകൊണ്ട് എ എന്ത് ചെയ്യും? എയുടെ ബാങ്കിനെ കൊണ്ടുപോയി ഇത് ഏൽപ്പിക്കുകയാണ്. നിങ്ങളിത് പിടിച്ചോളൂ, എന്താണ് ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ആവുമ്പോൾ ബില്ലിൽ നിന്നുള്ള പണം കളക്ട് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞ് ഈ ബിൽ റിസീവബിൾ ബാങ്കിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അതുവരെയും എക്ക് ഈ ബിൽ റിസീവബിൾ എന്ന് പറയുന്നത് ഒരു അസറ്റ് ആയിരുന്നു. ഇത് ബാങ്കിനെ ഏൽപ്പിക്കുന്നതോടുകൂടി ഈ അസറ്റ് എന്തായി? ബാങ്കിനെ ഏൽപ്പിക്കുന്നതോടുകൂടി ഈ അസറ്റ് ഇല്ലാതെയായി. പകരം മറ്റൊരു അസറ്റ് കയറി വന്നു. ആ അസറ്റിനെയാണ് ബാങ്ക് അക്കൗണ്ട് ഫോർ ദി കളക്ഷൻ ഓഫ് ബിൽ എന്ന് പറയുന്നത് കേട്ടോ. ബാങ്കിലോട്ട് കളക്ഷന് വിട്ട ബില്ല് ഒരു അസറ്റായി കയറി വന്നു. ഓക്കെ, ആ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ആവുമ്പോൾ ബാങ്ക് കളക്ട് ചെയ്ത് തന്നോളും ആ പണം. അപ്പോൾ ഈ അസറ്റ് അവിടെ എന്തായി? കയറി വന്നു. അപ്പോൾ അസറ്റ് കയറി വന്നാൽ ആ അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണ്ടേ? അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണമെന്നാണല്ലോ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? എന്തിനെ ഡെബിറ്റ് ചെയ്യണമെന്നാണല്ലേ. അപ്പോൾ എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കഥ പോലെ പഠിച്ചാലാണ് ബിൽ റിസീവബിളിൻ്റെ കറക്റ്റ് ആൻസറിലോട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോട്ടിംഗ് ചാർജസ് ഈസ് നോട്ട് ആൻ എക്സ്പെൻസ് ടു. നോട്ടിംഗ് ചാർജ് എക്സ്പെൻസ് അല്ലാത്തത് ആർക്ക് എന്നാണ് ചോദ്യം കേട്ടോ. നോട്ടിംഗ് ചാർജ് എന്താണെന്ന് നമുക്ക് ആദ്യം അറിയണോ അല്ലേ. നോട്ടിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ബില്ല് ഡിസോണർ ആയി എന്ന് നമ്മൾ പഠിച്ചല്ലോ. ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ആയിട്ടും എന്താണ് പേയ്മെൻറ്റ് നടത്താൻ പണമില്ലാതെ ബില്ല് എന്ന് പറയുന്നത് ഡിസോണർ ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ടൈമിൽ കയറി വരുന്നതാണ് നോട്ടറി പബ്ലിക് എന്ന് പറയുന്നത്. ഓക്കെ, അവർ ബില്ല് ഡിസോണർ ആയതിൻ്റെ പ്രോസസ്സൊക്കെ റെക്കോർഡ് ചെയ്യും അല്ലേ. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു ചാർജിനെയാണ് നമ്മൾ നോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ നോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത് ആർക്കാണ് എക്സ്പെൻസ്? നമുക്കറിയാലേ, ആര് പണം കൊടുക്കാഞ്ഞിട്ടാണ് ഈ ബില്ല് ഡിസോണർ ആയത്? ആര് പണം കൊടുക്കാതെയാണ് ബില്ല് ഡിസോണർ ആയത്? കടം വാങ്ങിയ ഡെപ്റ്റർ അല്ലേ. ഡെപ്റ്ററെ നമ്മൾ ഡ്രോയി എന്ന് പറയൂ അല്ലേ. അപ്പോൾ ഡ്രോയി പണം കൊടുക്കാഞ്ഞിട്ടാണ് ഈ ബില്ല് ഡിസോണർ ആയത്. അതുകൊണ്ട് തന്നെ ഈ നോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത് ഡ്രോയിക്കാണ് എക്സ്പെൻസ് ആയി വരുന്നത്. ഡ്രോയിക്കാണ് എക്സ്പെൻസ്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താണ്? നോട്ട് ആൻ എക്സ്പെൻസ് എന്ന്. ആർക്കാണ് എക്സ്പെൻസ് അല്ലാത്തത് എന്നാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ക്ലിയർ ആയി വായിക്കണം. അവിടെ നോട്ട് ഉണ്ട് എന്നൊക്കെ നോക്കണം കേട്ടോ. നോട്ടിംഗ് ചാർജ് എന്ന് കണ്ട് നേരെ ഡ്രോയിലോട്ട് പോവരുത്. ഡ്രോയിക്ക് ഇതെന്താണ്? എക്സ്പെൻസ് തന്നെയാണ്. അപ്പോൾ ഡ്രോയി അല്ല ആൻസർ വരിക. ആക്സെപ്റ്റർ, ഈ ഡ്രോയിയെ തന്നെയല്ലേ നമ്മൾ ആക്സെപ്റ്റർ എന്ന് പറയുക അല്ലേ. ഡ്രോയി തന്നെയാണ് ആക്സെപ്റ്റർ. അപ്പോൾ ആക്സെപ്റ്റർ എന്ന് പറയുന്നതല്ല ആൻസർ. ഈ ഡ്രോയി തന്നെയല്ലേ ഡെപ്റ്ററും. ഡ്രോയി തന്നെയാണ് ഡെപ്റ്ററും. അപ്പോൾ ആർക്കാണ് നോട്ടിംഗ് ചാർജ് എക്സ്പെൻസ് അല്ലാത്തത്? നമ്മുടെ ഡ്രോയർക്കാണ് കേട്ടോ നോട്ടിംഗ് ചാർജ് എക്സ്പെൻസ് അല്ലാത്തത്. ഓക്കെ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് ബിൽ റിസീവബിളിലെ PYQs ആണ് കേട്ടോ. ഓരോ ചോദ്യങ്ങളും കൃത്യമായ ആൻസറിലോട്ട് എത്തണമെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന ടോപ്പിക്ക് ഒരു കഥ പോലെ പഠിച്ചെടുത്താലാണ് നമുക്കത് കറക്റ്റായിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റുള്ളൂ. മനഃപ്പാടമാക്കി കാര്യമില്ല. കാരണം ഡെബിറ്റഡ് ക്രെഡിറ്റഡ് പറഞ്ഞ് പല രീതിയിൽ ചോദ്യം വരാം. നമ്മൾ കൃത്യമായി അത് പഠിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റത്തില്ല CSEB മിഷൻ 2026 കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ 3 month 6 month ബാച്ചിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്